ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ മെട്രിസിസിലെ പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൺ ഓഫ് ദി ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് 0110 ഈസ് +1. ദ കറസ്പോണ്ടിങ് നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ ഈസ്. അപ്പോൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഐഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ പ്രാവശ്യം വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ അന്നൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള 3-4 സ്റ്റെപ്പുകൾ. പക്ഷേ നമ്മൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന എക്സാമ്പിൾ പ്രോബ്ലം വരുമ്പോൾ ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ദേ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. 0110 എന്ന് പറഞ്ഞൊരു 2x2 മെട്രിക്സ് ആണ്. ആ 2x2 മെട്രിക്സിന് 2 ഐഗൻ വാല്യൂസ് ഉണ്ട്. അതിലൊരു ഐഗൻ വാല്യൂ +1 ആണ്. ആ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ എന്താണ് എന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2x2 മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2x2 മെട്രിക്സിന് 2 ഐഗൻ വാല്യൂസ് ഉണ്ടാവും. ഓരോ ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ വെക്ടറുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്കിത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കും. ഓരോ ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് +1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഗൻ വാല്യൂ ആണ്. നിങ്ങൾ ആ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മൾ എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ. എന്താണ് എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ. എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ. ഇവിടെ എ എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ് കേട്ടോ. ലാംഡ എന്ന് പറയുന്നതാണ് ഐഗൻ വാല്യൂ. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഇതിൻ്റെ അകത്തേക്ക്. എ എത്രയാണ്? 0 1 1 0. മെട്രിക്സിൻ്റെ ബ്രാക്കറ്റ് എവിടെ കാണിക്കണം? ദെൻ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഈസ് ഈക്വൽ ടു ലാംഡ +1 ആണേ. അപ്പോൾ 1 XY. ഇനി എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റിലുള്ള മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 0 × x + 1 × y. അപ്പോൾ എന്താ കിട്ടുക? y എന്ന് കിട്ടും. ശരിയല്ലേ? ഇതെന്താ? 0 × x + 0 × y. അപ്പോൾ എന്താ കിട്ടുക? x ഈസ് ഈക്വൽ ടു ഇവിടെ XY തന്നെ. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം 0 × x ചെയ്യുക, അതിനുശേഷം 1 × y ചെയ്യുക. ഇവിടെ 1 × x + 0 × y. അത് താഴെയായിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ മെട്രിക്സുകൾ രണ്ടും തുല്യമാകണമെങ്കിൽ ഇതിൻ്റെ ഓരോ എലമെൻറ്റുകളും തുല്യമായിരിക്കണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു x എന്ന് എഴുതാമല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? y ഈസ് ഈക്വൽ ടു x. അടുത്ത സ്റ്റെപ്പ് XY എന്ന് പറഞ്ഞൊരു മെട്രിക്സ് അല്ലേ, ഒരു സൈ അല്ലേ നമുക്കുള്ളത്. ആ സൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് x എന്ന് തന്നെ എഴുതുക. വൈയുടെ സ്ഥാനത്ത് ഇനി തൊട്ട് എന്ത് എഴുതാം? x എന്ന് എഴുതാമല്ലോ. കാരണം വൈയും എക്സും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എക്സിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? അവിടെ 1 1 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് നോർമലൈസ് ചെയ്യണം. നോർമലൈസ്ഡ്. കാരണം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. എന്താണ്? നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിന് നമുക്ക് നോർമലൈസ് ചെയ്യണം. ഒരു ജനറൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്: എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് 1 / √a² + b². മോഡുലസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ മോഡുലസ്. ഇവിടെ അതുപോലെ തന്നെ ബാക്കി എയും ബിയും. കണ്ടോ? അപ്പോൾ ഇവിടെ എയും ബിയും എത്രയാണ്? 1 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. 1 1 ഈസ് ഈക്വൽ ടു 1 / √1 + 1 1 1 ഈസ് ഈക്വൽ ടു 1 / √2 1 1. ഇതാണ് നമ്മുടെ നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ ഏതാണെന്നുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ. എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ നോർമലൈസ്ഡ്
ഐഗൺ വെക്റ്റർ. കണ്ടോ? ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 2x2 മെട്രിക്സിൻ്റെ അടുത്ത ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1ന് കറസ്പോണ്ടിങ് ആയിട്ടും എന്തുണ്ട്? ഓരോ ഐഗൺ വെക്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കൂടി കണ്ടുപിടിക്കാം. -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ ബി ആണ് നമ്മുടെ ഉത്തരമെന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ദെൻ നമുക്ക് ഇതുകൂടി ഈ ഒരു സ്ലൈഡിൽ നമുക്കിത് ചെയ്യാം. സോ ലാംഡ ഈസ് ഈക്വൽ ടു -1. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ. എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 1 0 സൈ എക്സ് വൈ ലാംഡ -1 ഇവിടെ എക്സ് വൈ. കണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. സോ 0 × x + 1 × y. അപ്പോൾ ഇവിടെ y. 0 × x + 0 × y. അപ്പോൾ ഇവിടെ x. അപ്പോൾ yx is equal to -x - y. -x - y. ഇനിയിപ്പോൾ ഇത് തുല്യമാവണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? y is equal to -x എന്ന് എഴുതാം അല്ലേ? y is equal to എന്ത് എഴുതാം? -x. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു -x ഡിവൈഡഡ് ബൈ വൈക്ക് പകരം -x. കണ്ടോ? ഈക്വൽ ടു -x x ഈക്വൽ ടു എക്സിന് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? -x അതുപോലെ തന്നെ ഇവിടെ x. കണ്ടോ? ഈക്വൽ ടു എന്താണ്? -1 1. നോർമലൈസ് ചെയ്യുമ്പോൾ 1/√2 കൂടി വരും. അപ്പോൾ 1/√2 -1 1. ഇതിപ്പോൾ നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വൈനെയാണ് കൺസിഡർ ചെയ്തെടുക്കുന്നതെങ്കിൽ തിരിച്ചു വരും 1 -1 1/√2 എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. -1 1 ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. 1 -1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഐഗൺ വാല്യൂ നോർമലൈസ്ഡ് ഐഗൺ വെക്റ്റർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഐഗൺ വാല്യൂ ഓഫ് ദി മെട്രിക്സ് 0 -i i 0. ഓക്കെ, ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ എയുടെ വാല്യൂ 0 -i അതുപോലെ i അതുപോലെ തന്നെ 0. ഇതാണ് എ. അപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഐഗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ട്രിക്ക്? ട്രേസ് ആദ്യം കണ്ടുപിടിക്കണം. ട്രേസ് ഡയഗണൽ എലമെൻറ്റുകൾ കൂട്ടുന്നതാണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ 0 + 0 = 0. ഇനി ഡിറ്റർമിനൻ്റ് = എന്താണ്? 0 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക -i × i ഈക്വൽ ടു 0 + -1 ഈക്വൽ ടു -1. അപ്പോൾ നമ്മുടെ ട്രേസ് എത്രയാണ്? 0 ആണ്. നമ്മുടെ ഡിറ്റർമിനൻ്റ് എത്രയാണ്? -1 ആണ്. ട്രേസ് 0-ഉം ഡിറ്റർമിനൻ്റ് -1-ഉം. അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ഈക്വൽ ടു സം ഓഫ് ഐഗൺ വാല്യൂസ് ആണ്. സം ഓഫ് ഐഗൺ വാല്യൂസ് പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കാര്യം. ഇനി ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. അപ്പോൾ നമ്മൾ ട്രേസ് 0 ആണല്ലേ. അപ്പോൾ 0
ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഐഗൺ വാല്യൂസ്. ഇത് ഈ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഐഗൺ വാല്യൂസ് 1+1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 0 കിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതെന്തായാലും അല്ല. പിന്നെ ഏതാണ്? പിന്നെ ചാൻസ് ഉള്ളത് ഇതെന്തായാലും അല്ല. കാരണം 1ഉം 0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ബി ഓപ്ഷനോ അതുപോലെ ഡി ഓപ്ഷനോ ഇത് രണ്ടിലേതെങ്കിലും ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബിയോ ഡിയോ. ഡിറ്റർമിനൻ്റ് എത്രയാ? -1 ആണല്ലേ. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഈ പറയുന്ന λ1ഉം λ2ഉം തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? -1 കിട്ടണം. 0 × c മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്തായാലും ഇതല്ല ഓപ്ഷൻ. പിന്നെ ആരേ ഉള്ളൂ? ഇതേ ഉള്ളൂ. അപ്പോൾ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ബി ഈസ് എ റൈറ്റ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, -1 ഈസ് ഈക്വൽ ടു എന്താണ്? 1 × -1 കറക്റ്റ് ആവും. ഇനി ഈ 1ഉം -1ഉം കൂടി കൂട്ടിക്ക് 0 കിട്ടുമെന്ന് നോക്കിയേ. കിട്ടും. -1 + 1 0 ആണ്. കണ്ടോ? അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഈസി ആയിരിക്കും. അല്ലാതെ നമുക്ക് ഇത് വെച്ചും ചെയ്യാൻ പറ്റും. എന്താണ്? λ² - λ × ട്രേസ് പ്ലസ് ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഉപയോഗിച്ചും ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഐഗൺ വാല്യൂസ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ബി ഓപ്ഷൻ 1 -1. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് then AB plus BA is Hermitian and AB minus BA is not Hermitian. AB plus BA is Hermitian and AB minus BA is Hermitian. അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എയും ബിയും എന്ന് പറയുന്ന 2 ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകളാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ നമുക്ക് ആദ്യം അങ്ങ് എടുത്തെഴുതാം. എന്താണ്? എയും ബിയും എന്താണ്? ഹെർമീഷ്യൻ. അപ്പോൾ എ ഡാഗർ ഈസ് ഈക്വൽ ടു എന്താവണം? എ ആവണം പറഞ്ഞിട്ടുണ്ട്. ബിയും ഹെർമീഷ്യൻ ആണ്. അപ്പോൾ ബി ഡാഗർ ഈസ് ഈക്വൽ ടു എന്താവണം? ബി ആവണം. കണ്ടോ? അടുത്തത് എന്താ? ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതോ ഒന്ന് ശരിയാണ്, ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം എ ബി പ്ലസ് ബി എ. എ ബി പ്ലസ് ബി എ ഇത് മുഴുവൻ അപ്പാടെ ഹെർമീഷ്യൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? ഹോൾ ഡാഗർ എടുക്കുക. ഈ ഒരു അരിത്തമെറ്റിക് ചെയ്ത ശേഷം അതിൻ്റെ ഡാഗർ എടുക്കുക. സോ ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എ ബി പ്ലസ് ബി എ ദ ഹോൾ ഡാഗർ ഈസ് ഈക്വൽ ടു എ ബി ദി ഹോൾ ഡാഗർ പ്ലസ് ബി എ ദി ഹോൾ ഡാഗർ. കണ്ടോ? ഈക്വൽ ടു എ ബി ദ ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡാഗർ എ ഡാഗർ ആണ്. ശ്രദ്ധിക്കുക, ബി ഡാഗർ എ ഡാഗർ. കണ്ടോ? ഇത് തിരിച്ചിടണം. അത്രയും ഓർത്തിരുന്നാൽ മതി. എ ബി ദ ഹോൾ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡാഗർ എ ഡാഗർ ആണ്. ഓക്കെ, ദെൻ പ്ലസ് ബി എ ദ ഹോൾ ഡാഗർ. ഇതെന്താവും? എ ഡാഗർ ബി ഡാഗർ. ശരിയല്ലേ? തിരിച്ചെഴുതുക. ഈക്വൽ ടു ബി ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. സോ ബി എ ഡാഗർ എ തന്നെയാണ്, പ്ലസ് എ ഡാഗർ എ തന്നെയാണ്, ബി ഡാഗർ ബി തന്നെയാണ്. കണ്ടോ? ഇത് എന്ത് തന്നെയാണ്? എ ബി പ്ലസ് ബി എ തന്നെയല്ലേ? എ ബി പ്ലസ് ബി എ തന്നെയല്ലേ? അതെ, അത് തന്നെയാണ്. സോ എ ബി പ്ലസ് ബി എ ദി ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി എ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡാഗറും ഡാഗർ ഇല്ലാത്തതും തുല്യമാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് പറയാം? ഹെർമീഷ്യൻ എന്ന് പറയാം. ഹെർമീഷ്യൻ. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ ആവാം സാധ്യതയുണ്ട്? ഈസ് എ ബി പ്ലസ് ബി എ ഈസ് ഹെർമീഷ്യൻ, അതുപോലെ എ ബി പ്ലസ് ബി എ ഈസ് ഹെർമീഷ്യൻ. ഈ 2 ഓപ്ഷനുകൾ എന്തായാലും ആകാൻ സാധ്യതയില്ല. അപ്പോൾ 2 ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയല്ലേ? അപ്പോൾ അടുത്ത കൂടി നിന്ന് ചെക്ക് ചെയ്താൽ ക്ലിയർ ആൻസർ കിട്ടും. ഏതാ ചെക്ക് ചെയ്യേണ്ടത്? എ ബി മൈനസ് ബി എ ചെക്ക് ചെയ്യണം. സോ എ ബി മൈനസ് ബി എ ദി ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി ദി ഹോൾ ഡാഗർ മൈനസ് ബി എ ദി ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു എന്താണ്? ബി ഡാഗർ എ ഡാഗർ മൈനസ് എ ഡാഗർ ബി ഡാഗർ. ശരിയല്ലേ? ബി ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി തന്നെയാണ്, എ ഡാഗർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്,
മൈനസ് എ ബി. കണ്ടോ? അപ്പോൾ എ ബി മൈനസ് ബി എ ദി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എ മൈനസ് എ ബി എന്നാണ് അല്ലേ? ഇത് എ ബി മൈനസ് ബി എ എന്നിവിടെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഇത് ഹെർമീഷ്യൻ ആണ് എന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്ത് നോക്കിയേ. ഇവിടെ ഒരു മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ബി മൈനസ് ബി എ. കണ്ടോ? അപ്പോൾ എ ബി മൈനസ് ബി എ ദി ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു മൈനസ് എ ബി മൈനസ് ബി എ. ഇത് എന്തിൻ്റെ കണ്ടീഷനാ? ആൻറ്റി ഹെർമീഷൻ്റെ കണ്ടീഷൻ അല്ലേ? അല്ലെങ്കിൽ സ്ക്യൂ ഹെർമീഷൻ്റെ കണ്ടീഷൻ. ഇതെങ്ങനെയാണ് സ്ക്യൂ ഹെർമീഷൻ? സ്ക്യൂ ഹെർമീഷൻ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് ഓപ്ഷൻ എടുക്കാം? ഇതെന്തായാലും ഹെർമീഷൻ അല്ല, അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ബാക്കി എന്തേ ഉള്ളൂ? എ ഉള്ളൂ. കണ്ടോ? അപ്പോൾ എ ബി മൈനസ് ബി എയും എന്താണ്? ഹെർമീഷനാണ്. അപ്പോൾ ഇത് റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ഹെർമീഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി എയും ബിയും ഹെർമീഷൻ ആണെങ്കിൽ എ ബി പ്ലസ് ബി എ ഹെർമീഷനാണ്. പക്ഷേ എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് ഒരിക്കലും ഹെർമീഷൻ അല്ല. അടുത്ത സ്ലൈഡിലേക്ക്, അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യുക, എയും ബിയും ഹെർമീഷൻ ആണെങ്കിൽ എ ബി പ്ലസ് ബി എ ഹെർമീഷനാണ്. എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് ഹെർമീഷൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not an eigen value of the matrix? താഴെ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഏതാണ് ഐഗൻ വാല്യൂ അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഐഗൻ വാല്യൂ അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് എങ്ങനെ ചെയ്യും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ട്രേസ് എന്ന് എഴുതിക്കുക നിങ്ങൾ. ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നടുക്കുള്ള ഡയഗണൽ എല്ലാം കൂടി കൂട്ടുന്നതാണ് എന്ത്? ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ 0 പ്ലസ് 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു എന്താണ്? 0. ഡിറ്റർമിനൻ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഇൻറ്റു 0 മൈനസ് 0, 1 ഇൻറ്റു 0 മൈനസ് 0. സോ ഫുള്ള് 0 കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂ എല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കൂട്ടുമ്പോൾ 0 കിട്ടണം. ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? അപ്പോൾ ഐഗൺ വാല്യൂസ് λ1 പ്ലസ് λ2 പ്ലസ് λ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. ഇനി λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടണം? 0 കിട്ടണം. കണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1 ഈ λ1ന് പകരം 1 പ്ലസ് മൈനസ് 1 പ്ലസ് 0 ഈക്വൽ ടു 0 ആണോ? അതെ, 0 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 0. കൂട്ടുമ്പോൾ 0യും ഗുണിക്കുമ്പോൾ 0യും. അപ്പോൾ ഇതിൻ്റെ ഐഗൻ വാല്യൂ ആണ്, ഇതിൻ്റെ ഐഗൻ വാല്യൂ ആണ്, 0യും ഐഗൻ വാല്യൂ ആണ്. അപ്പോൾ ഐഗൻ വാല്യൂ അല്ലാത്ത ആരാ? മൈനസ് ഐ. കണ്ടോ? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മൈനസ് ഐ ആണ് ഉത്തരം. നമുക്കിപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following statement are not true for a unitary matrix? അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ യൂണിറ്ററി മെട്രിക്സുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ ഒരെണ്ണമുണ്ട് ട്രൂ അല്ലാത്തത്. ആ ട്രൂ അല്ലാത്തത് ഏതാണ് എന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ആ ട്രൂ അല്ലാത്തതൊഴികെ ബാക്കിയുള്ള 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കാരണം ബാക്കിയുള്ള 3 കാര്യങ്ങളെന്ന് പറയുന്നത് ഈ യൂണിറ്ററി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഡിറ്റർമിനൻ്റ് ഈസ് ഓൾവേസ് 0. അത് തെറ്റാണ്. അങ്ങനൊരു കാര്യം യൂണിറ്ററി മെട്രിക്സിനില്ല. പക്ഷേ യൂണിറ്ററി മെട്രിക്സിന് 3 പ്രോപ്പർട്ടീസ് അല്ലാണ്ടുണ്ട്. ഡയഗണൽ എലമെൻറ്റ്സ് റിയൽ നമ്പേഴ്സാണ്. ഓഫ് ഡയഗണൽ അല്ലാത്ത എലമെൻറ്റുകൾ മേ ബി റിയൽ ഓർ കോംപ്ലക്സ്. ദെൻ ഡി ഓപ്ഷൻ നോക്കി, കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ദി ഇൻവേഴ്സ്. അപ്പോൾ അടുത്ത തവണ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി റിയൽ ആയിട്ടുള്ളത്, അതിൽ ട്രൂ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന്. അപ്പോൾ യൂണിറ്ററി മെട്രിക്സുകളുടെ പ്രോപ്പർട്ടീസ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാൽ എഴുതാനും പറ്റും. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഈസ് ഓൾവേസ് 0. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് A is an orthogonal matrix, then
the possible value of modulus of A. Then the possible value of modulus of A. എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എ എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് യൂണിറ്ററി മെട്രിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. യൂണിറ്ററി മെട്രിക്സിൻ്റെ 3 പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടതും പറഞ്ഞു. അല്ലാത്തൊരു പ്രോപ്പർട്ടി ഏതാണ്? കഴിഞ്ഞ ഉത്തരത്തിൻ്റെ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ ടാസ്ക് എന്താണെന്നറിയോ? എ എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ +or-1 ആണ് മോഡുലസ് ഓഫ് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഇതും ഒരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം. ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ മോഡുലസ് ഓഫ് എ, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആവാൻ സാധ്യതയുള്ള നമ്പറുകൾ +or-1 ആണ്. +or-1 കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ. If a matrix A alpha 1 2 alpha and mod A square is equal to 49, then the value of alpha is. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി, മോഡുലസ് വാല്യൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എ സ്ക്വയർ ആണ്. അപ്പോൾ എ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മോഡ് എ ഇൻറ്റു മോഡ് എ. കണ്ടോ? അപ്പോൾ മോഡ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. മോഡ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് എ. കണ്ടോ? അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മോഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 49 എന്ന് എഴുതാം. 49 ഈസ് ഈക്വൽ ടു മോഡ് എ. സോ മോഡ് എ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ഇൻറ്റു 7. കണ്ടോ? 7 ഇൻറ്റു 7. അപ്പോൾ മോഡുലസ് ഓഫ് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 7 ആണ്. 7 ഇൻറ്റു 7 49. കണ്ടോ? ഇത് മോഡുലസ് ഓഫ് എയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോഴും നമ്മൾ ആൽഫയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ആൽഫയിലേക്ക് എത്തിയോ? ഇല്ല, ആൽഫയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ മോഡുലസ് ഓഫ് എ ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചത് മോഡുലസ് ഓഫ് എ മെട്രിക്സിൽ നിന്ന്. സോ എ മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്താണ്? ആൽഫ 1 2 ആൽഫ. എന്താ ചെയ്യുക? ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 2 ഇൻറ്റു 1. സോ മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 2 അല്ലേ? മോഡുലസ് ഓഫ് എ എത്രയാണ്? 7 അല്ലേ? സോ 7 ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ സ്ക്വയർ മൈനസ് 2. ഈ മൈനസ് 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 7 + 2 ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ. സോ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. സോ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? +or-3. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടികളും അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ പ്രോപ്പർട്ടിയെ കാണുമ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉപയോഗം വരുന്നതെന്ന് മനസ്സിലാവില്ല ആദ്യം. പക്ഷേ 1-2 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രോപ്പർട്ടിയൊക്കെ എവിടെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന്. +or-3 ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഐഗൺ വാല്യൂ ഓഫ് എ സ്ക്യൂ ഹെർമീഷൻ മെട്രിക്സ് ആർ. അപ്പോൾ ഇതും നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മെട്രിക്സിൽ പറയുന്ന സമയത്ത്, ഐഗൺ വാല്യൂവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ 0 ആവണോ, റിയൽ ആണോ, ഇമാജിനറി ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? എന്തായാലും സി അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഐഗൺ വാല്യൂ ഓഫ് എ സ്ക്യൂ ഹെർമീഷൻ മെട്രിക്സ് ഈസ് നോട്ട് റിയൽ, 0 ഓർ ഇമാജിനറി. സോ ഇമാജിനറി ആണ് നമ്മുടെ ഉത്തരം, ഇമാജിനറി. സോ ഐഗൺ വാല്യൂ ഓഫ് എ സ്ക്യൂ ഹെർമീഷൻ മെട്രിക്സ് either 0 or purely imaginary ആണ്. ബോത്ത് എ ആൻഡ് ബി അല്ല, either 0 or purely imaginary. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ആൻസർ കീയിൽ ഇമാജിനറി എന്ന് പറഞ്ഞൊരു ഉത്തരമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇമാജിനറി ആണ്, സ്ക്യൂ ഹെർമീഷൻ്റെ വാല്യൂ ഇമാജിനറി ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമുക്ക് 0 കൂടി പറയാം എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അല്ല, ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
എവരി സ്ക്വയർ മാട്രിക്സ് എ ക്യാൻ ബി യുണീക്വലി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ഡാഷ്. സോ ഇതാണ് ഉത്തരം. ഇതൊരു ബേസിക് പ്രോപ്പർട്ടിയാണ് മെട്രിക്സുകളുടെ. എല്ലാ സ്ക്വയർ മെട്രിക്സുകളെയും നമുക്ക് ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെയും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാനായിട്ട് പറ്റും. അത് ഈ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2x2 മെട്രിക്സ് ആവാം, 3x3 മെട്രിക്സ് ആവാം, അതുപോലെ 4x4 മെട്രിക്സുകളും ആവാം. അപ്പോൾ ഈ മെട്രിക്സുകളുടെ സമ്മുകൾ, അതായത് ഇതെല്ലാം കൂടി കൂട്ടുന്നതല്ല. ഇപ്പം നമ്മളൊരു 2x2 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ 2x2 മെട്രിക്സിനെ നമുക്ക് അതിൻ്റെ ഹെർമീഷ്യൻ്റെയും ആൻറ്റി ഹെർമീഷ്യൻ്റെയും സമ്മായിട്ട് എഴുതാനായിട്ട് പറ്റും. സോ അതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, പ്രോപ്പർട്ടിയാണ്, അതങ്ങനെ പഠിക്കുക എന്നുള്ളതേ നമുക്കിവിടെ വഴിയുള്ളൂ. ഓക്കെ, ബി ഓപ്ഷൻ, എ ഹെർമീഷ്യൻ മെട്രിക്സ് ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. അപ്പോൾ എവരി സ്ക്വയർ മെട്രിക്സ് എ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് among the following statement is true for a skew Hermitian matrix? Skew Hermitian matrixന്റെ പ്രോപ്പർട്ടി എന്താ? ഡയഗണൽ എലമെന്റ്സ് ക്യാൻ ബി ഓൺലി പ്യുവർ ഇമാജിനറി നമ്പർ ഓർ സീറോ. രണ്ടും കൂടി വരാൻ പാടില്ല. ഒന്നെങ്കിൽ പ്യുവർലി ഇമാജിനറി അല്ലെങ്കിൽ അത് സീറോ ആവാം. സോ അതാണ് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡി ആണ് നമ്മുടെ ഉത്തരം. ബാക്കിയൊന്നും അതുമായിട്ട് മാച്ചാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡി ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇതെല്ലാം പ്രോപ്പർട്ടീസാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ഡി ആണ് ഉത്തരം. ഡയഗണൽ എലമെന്റ് ക്യാൻ ബി ഓൺലി പ്യുവർലി ഇമാജിനറി നമ്പർ ഓർ സീറോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സിംഗുലാർ മെട്രിക്സ് എ വിച്ച് among the following statement is true? ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിംഗുലാർ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ. ഇതിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് എ സീറോ ആണെങ്കിൽ അതിന് നമ്മൾ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്. Determinant of A equal to 0. അടുത്തത്, if A and B are Hermitian operators, then AB plus BA is Hermitian and AB minus BA is not Hermitian. A അല്ലേ ഉത്തരം. കാരണം ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടതാണ്. ബി എന്തായാലും ഓപ്ഷൻ അല്ല, സി എന്തായാലും ഓപ്ഷൻ അല്ല, ഡി എന്തായാലും ഓപ്ഷൻ അല്ല. ഏതാ ഉത്തരം? AB plus BA is Hermitian and AB minus BA is not Hermitian. കേട്ടോ, ഞാൻ നേരത്തെ അന്ന് ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പീറ്റേഷൻ ആണ് ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എ ബി പ്ലസ് ബി എ ഹെർമീഷ്യനാണ്, എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് അവസാനം നടന്നത് 2021 ആണ് നമ്മുടെ പരീക്ഷ നടന്നത് അല്ലേ. 2021 ഒരു ഓഗസ്റ്റ് സമയത്താണ് നമ്മുടെ പരീക്ഷ നടന്നത്. അപ്പോൾ ആ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്, ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ സിംഗുലാരിറ്റി ചെക്ക് ചെയ്യുക. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം നോക്കിയേ, 0 ഇൻറ്റു അതുൾപ്പെടുന്ന കോളവും റോയും കളയുക. ബാക്കി 8 ഇൻറ്റു 0 മൈനസ് -1 ഇൻറ്റു 1. അപ്പോൾ 8 ഇൻറ്റു 0 1 ഇൻറ്റു -1 -1. അപ്പോൾ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, ബാക്കി -1. ഇനി മുകളിലൊരു മൈനസ് വരും. അപ്പോൾ മൈനസ്, ബാക്കി ഈ -7 ബ്രാക്കറ്റ് ഓപ്പൺ, കോളും റോയും പരസ്പരം കളയുക. 7 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 8 വിച്ച് ഇസ് 8. കണ്ടോ? പ്ലസ് ഈ 8 അതുൾപ്പെടുന്ന 8 ഈ കോളും റോയും കളയുക. ബാക്കി 7 ഇൻറ്റു 1 മൈനസ് 8 ഇൻറ്റു -1. 7 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മൈനസ് 8 ഇൻറ്റു 8 മൈനസ് 64 ഈക്വൽ ടു, ഇത് 1 0 ആയി പോകും. ഇത് പ്ലസ് 7 ഇൻറ്റു -8 പ്ലസ് 8 ഇൻറ്റു 7 പ്ലസ് 64. സോ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൻ്റെ ഓർഡർ 3/3 മെട്രിക്സ് അല്ലേ. സോ മോഡുലസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് അതിൻ്റെ റാങ്ക്? അതിൻ്റെ ഓർഡർ തന്നെയാണ് റാങ്ക് അല്ലേ. അപ്പോൾ 3 ആണ്. സോ നമ്മുടെ ഉത്തരം 3. ഓക്കെ ആണല്ലോ. 3 ഈസ് ദി റൈറ്റ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും 2021 ചോദിച്ചിരിക്കുന്ന
ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് 4 5 4 1 2 ഐഗൻ വാല്യൂ. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ്? 5 4 1 2. അപ്പോൾ ട്രേസ് എത്രയാണ്? ട്രേസ് ഈസ് ഈക്വൽ ടു 5 + 2 7. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 7 - 4 3 അല്ലേ? അപ്പോൾ ലാംഡ 1 ലാംഡ 2 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 7 കിട്ടണം. ഇനി ലാംഡ 1 ഇൻറ്റു ലാംഡ 2, സോറി ഇതിപ്പോൾ 5 ഇൻറ്റു 2 10 അല്ലേ? അപ്പോൾ 10 - 4 6 ആണ് കേട്ടോ, 6. അപ്പോൾ കൂട്ടുമ്പോൾ 7ഉം ഗുണിക്കുമ്പോൾ 6ഉം, കൂട്ടുമ്പോൾ 7. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും അല്ല, കാരണം ഇതിന് നമ്മൾ കൂട്ടുമ്പോൾ 11 ആയിപ്പോവും. ഇനി 6ഉം 2ഉം ഇതും എന്തായാലും വരില്ല, കൂട്ടുമ്പോൾ 8 ആയി പോവും. പിന്നെ ഏതൊക്കെയേ ഉള്ളൂ? പിന്നെ ഇതല്ലേ ഉള്ളൂ. ഇതെന്തായാലും വരുമല്ലോ, കൂട്ടുമ്പോൾ 6 അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുമല്ല, പിന്നെ ഏതേ ഉള്ളൂ? ഇതേ ഉള്ളൂ. സോ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇതല്ലാതെയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ഇൻറ്റു ട്രേസ് പ്ലസ് ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ഇൻറ്റു ട്രേസ് എത്രയാണ്? 7 പ്ലസ് ഡിറ്റർമിനൻ്റ് എത്രയാണ്? -6 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കിയേ, ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. മൈനസ് അല്ല, പ്ലസ് തന്നെയല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പ്ലസ് ആണ്. സോ നോക്കിയേ, കൂട്ടുമ്പോൾ -7ഉം ഗുണിക്കുമ്പോൾ 6ഉം കിട്ടണം. സോ 1 ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. സോ ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു ഏതൊക്കെ വരാം? 1,6 കണ്ടോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടോ. 1ഉം 6ഉം ആണ് ആൻസർ കേട്ടോ. അപ്പോൾ മെട്രിക്സിൻ്റെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇനി എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ നമ്മുടെ ആ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.